ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത് മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്, മൈലേജ് കുറവ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ഹാൻഡിൽ വണ്ടി വളയ്ക്കുന്ന സമയത്തൊക്കെ വണ്ടി ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയോടെ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് പറഞ്ഞാണ്. ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. നിലവിൽ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. മൈലേജ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്ററും കാർബറേറ്ററിൻ്റെ ഭാഗം എന്തെങ്കിലും നോക്കണം. പിന്നെ ആ മിസ്സിങ് റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻറ്റും, അതായത് സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് അയച്ചു, ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിലവിൽ അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കാണ്. നല്ലോണം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ബ്ലോക്കായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ട്യൂണിങ് കറക്റ്റ് ആക്കിയിട്ട് വണ്ടി ഉപയോഗിച്ച് നോക്കാം. പ്ലഗ് കിടക്കുന്നത് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമായിട്ടില്ല പ്ലഗ് കിടക്കുന്നത്. എയർ ഫിൽറ്റർ ആയാലും കമ്പനി ഫിൽറ്റർ തന്നെയാണ്, കാര്യമായിട്ടുള്ള പൊടിയോ കാര്യങ്ങളൊന്നും എയർ ഫിൽറ്ററിനകത്തും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശരിക്കും ക്ലീൻ ആക്കിയിട്ട് എയർ ഫിൽറ്റർ ആയാലും പ്ലഗ് ആയാലും ക്ലീൻ ചെയ്തതിന് ശേഷം കാർബറേറ്ററും ക്ലീനറും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഈ സ്ലോ ജെറ്റ് നമുക്കത് ക്ലീൻ ചെയ്ത് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റി പുതിയതിടേണ്ടതായിട്ട് വരും. അത്രയും ചെയ്തിട്ട് നമുക്കൊന്ന് ട്യൂണിങ് കറക്റ്റായിട്ട് നിർത്തി നോക്കാം. ആ ഐഡിലിങ് സ്ലോ സ്പീഡിൽ നിൽക്കാണ്ട് ഓഫായി പോണ കംപ്ലൈൻറ്റും മൈലേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റും ഇത്രയും ഭാഗം കൊണ്ട് വന്ന എയർ ഫിൽറ്റർ പ്ലഗ് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് വന്ന കേസുകളാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാക്സിമം ക്ലിയർ ചെയ്ത് നോക്കാം. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഇതും ഇരിക്കുന്ന ബാറ്ററി 2024 ബാറ്ററി, പുതിയ ബാറ്ററിയാണ്. അപ്പോൾ സെൽഫുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും ആ സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞത്. പുതിയ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് കൂടി നടത്തി നോക്കുന്നുണ്ട്, കാരണം വല്ല കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാലോ. നോക്കുമ്പോൾ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രോബ്ലമായിട്ട് വരുന്നത്. നമുക്ക് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ അതിലും വണ്ടിക്ക് സെൽഫിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല, സെൽഫ് സ്റ്റാർട്ട് ആവണതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഐഡിലിങ്ങിൽ വലിയ ഒരു 20-30 ഇടയിലൊക്കെ പോകുന്ന സമയത്ത് പെട്രോൾ കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ആ ജെറ്റ് ബ്ലോക്കായിട്ട് വന്നേണ്ട പ്രോബ്ലമാണ്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കിയാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്കൊരു 5:30-6 മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ.